guys, welcome back to my YouTube channel. This is me, Tina Matthew. Those who haven't subscribed yet, please do subscribe and hit the bell icon and like and share. സോ ഒരു 1 വീക്കിന്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാനഡയിലേക്ക് വരാനിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ, അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്നായിക്കോട്ടെ, PR കിട്ടിയവരുന്നായിക്കോട്ടെ, വർക്കിന് വരുന്നായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ കാനഡയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നിങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ എസെൻഷ്യൽസ് നിങ്ങൾ ക്യാരി ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, പിന്നെ ഇങ്ങോട്ട് വരുന്നവരുടെ കുറെ മിസ്കൺസെപ്ഷൻസ്. സോ അതെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. വിന്റർ ഇൻടേക്കിൽ വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. എനിക്കറിയാം, കുറെ പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സോ വിന്റർ ഇൻടേക്കിൽ വരാനിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഒരു all the very best. Stay safe and have a good journey. So without further delay, let's get into the video. സോ ഫസ്റ്റ് നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഐറ്റംസ്. ഇലക്ട്രോണിക് ഐറ്റംസിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒന്നും പുതിയത് വാങ്ങിച്ചുകൊണ്ട് വരാതിരിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരിക ഇവിടെ. പിന്നെ നിങ്ങൾക്ക് പുതിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, വെറൈറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പാർട്ട് ടൈം ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു ഫോണും ലാപ്ടോപ്പും ഒക്കെ പുതിയതായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ അതായിരിക്കും ബെറ്റർ. ബിക്കോസ് നമ്മൾ ഇവിടെ കാനഡയിലേക്ക് വരുന്നു, പിന്നെ ഇവിടെ നമ്മൾ PR എടുക്കുന്നു, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പോവാണല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് അതിന്റെ അഡാപ്റ്റർ എന്നൊക്കെ പറയുന്നത് വേറെ അഡാപ്റ്റർ ആയിരിക്കും, നമ്മുടെ ചാർജർ. അപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി തലവേദനയാണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവരുമായിരുന്നു. ഞാൻ പുതിയത് വാങ്ങിച്ചില്ല, എൻ്റെ പഴയത് തന്നെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ മൊബൈലും ലാപ്ടോപ്പും പുതിയത് വാങ്ങിച്ചത്. അപ്പൊ പഴയത് യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചാർജ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഇന്ത്യൻ ഒരു പ്ലഗ് ഉണ്ടല്ലോ, ആ പ്ലഗ് അല്ലെങ്കിൽ കാനഡയിൽ വേറെ പ്ലഗ് ആണ്. അപ്പൊ അതിന് നമ്മൾ വേറൊരു യൂണിവേഴ്സൽ അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇന്ത്യ ടു കാനഡ ആ കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ആ അഡാപ്റ്റർ ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഈ ഒരു അഡാപ്റ്റർ ആണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഹെയർ ഡ്രയർ, സ്ട്രെയിറ്റർ അതൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും. അപ്പം അതിനൊക്കെ ഇന്ത്യൻ പ്ലഗ് ആണല്ലോ, അതൊക്കെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇലക്ട്രിക് പ്ലഗ് അഡാപ്റ്റർ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. സോ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് കൊണ്ടുവരികയാണെങ്കിൽ സോ ഇതൊരു മസ്റ്റ് ആയിട്ട് നിങ്ങൾ മറക്കാതെ കൊണ്ടുവരേണ്ട ഒരു ഐറ്റം ആണിത്. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ USB ഹാർഡ് ഡിസ്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്നാണെങ്കിലും കൊണ്ടുവരാം. അത് നാട്ടിൽ നിന്ന് ഇച്ചിരി കൂടെ ചീപ്പാണ്. അങ്ങനത്തെ ഇപ്പം നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ഉള്ളതെങ്കിലും നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ മേജർ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ മേടിക്കുക, അതായിരിക്കും ബെറ്റർ. സോ നമ്മുടെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് വിന്റർ ക്ലോത്ത്സ്. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, വിന്റർ ക്ലോത്ത്സ് നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എടുക്കണോ അതോ ഇവിടെ വന്നിട്ട് എടുക്കണോ? സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിന്റർ മെയിൻ ജാക്കറ്റ്, ആക്സസറീസ് ലൈക്ക് ഗ്ലവ്, ബീൻ ക്യാപ്പ്, സ്കാർഫ് എല്ലാം നിങ്ങൾ കാനഡയിൽ വന്നിട്ട് എടുക്കാവുള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് കറക്റ്റ് ഇവിടുത്തെ തണുപ്പിന് ചേർന്നതായിട്ടുള്ള മെറ്റീരിയൽസും ആൻഡ് ജാക്കറ്റും ആയിരിക്കും. നിങ്ങൾ നാട്ടിൽ നിന്ന് എടുക്കാനായിട്ട് ഞാൻ ഒരു ജാക്കറ്റ് എടുക്കാൻ പറയാം. ബിക്കോസ് ഇതൊരു വിന്ററിലേക്ക് വരുന്ന ആൾക്കാർക്കുള്ള ഒരു സജഷൻ ആണ്. നിങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ നല്ല സ്നോ ആയിരിക്കും. നിങ്ങൾ എക്സ്ട്രീം ഒരു തണുപ്പിലേക്കായിരിക്കും നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത് തന്നെ. സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ജാക്കറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ജാക്കറ്റ് ഉള്ളത് ഒത്തിരി നല്ലതാണ്. ഇവൻ ഞാൻ വന്നത് മെയിൻ ടേക്കിലാണ്, ബട്ട് സ്റ്റിൽ ഞാനൊരു ജാക്കറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതല്ലേ, അപ്പൊ ഫ്ലൈറ്റിൽ എന്താണെങ്കിലും തണുപ്പ് AC ഒക്കെ ആയിരിക്കും. സോ അതിനൊരു നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാൻ അത്രയും ഒരു കോൾഡ് ഫേവർ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. എനിക്കൊരു മീഡിയം ഒരു ടെമ്പറേച്ചറാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് തണുപ്പൊക്കെ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു
ഫ്ലൈറ്റ് ജേർണിയിലുള്ള ഒരു AC അത് ഇച്ചിരി കഷ്ടം തോന്നുന്നവരാണെങ്കിലും നിങ്ങളൊരു ജാക്കറ്റ് എടുക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഈവൻ ഞാനത് ബാംഗ്ലൂർ പോയപ്പോൾ VFSൽ മറ്റേ ബയോമെട്രിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിച്ചാണ്. ഇറ്റ്സ് അറൌണ്ട് ലൈക്ക് 4500, ബട്ട് സ്റ്റിൽ അതൊരു നല്ല ക്വാളിറ്റി ആയിരുന്നു. എനിക്ക് സ്റ്റോറൊന്നും അറിയില്ല, പക്ഷെ അതൊരു ഞങ്ങൾ റാൻഡം ആയിട്ടൊരു സ്റ്റോറിൽ കയറിയപ്പോഴേക്കും അവിടുന്ന് അവർ ഭയങ്കര ക്വാളിറ്റിയാണ്, ഇവിടുത്തെ എക്സ്ട്രീം വിന്ററിന് ഇടാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നാണ്. പക്ഷെ എക്സ്ട്രീം വിന്ററിനൊന്നും ഇടാൻ പറ്റില്ല. ആ എക്സ്ട്രീം വിന്ററിന് മുന്നേ ഉള്ള ഒരു തണുപ്പുണ്ടല്ലോ, ആ തണുപ്പിനൊക്കെ അത് ഇടാൻ നല്ലതാണ്, കംഫർട്ടബിൾ ആണ്. സോ ഇന്ത്യയിൽ നിന്ന് വരുന്ന വിന്റർ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ആ എക്സ്ട്രീം വിന്ററിന് മുന്നേ ഉള്ള തണുപ്പ് വരെ ഓക്കെ, ദാറ്റ്സ് കംഫർട്ടബിൾ. ബട്ട് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ജാക്കറ്റ് വാങ്ങിക്കുക, അതായിരിക്കും കംഫർട്ടബിളും ആൻഡ് ഇറ്റ്സ് മോർ കൺവീനിയന്റ് ആൻഡ് ഇറ്റ്സ് ഗുഡ് ഓൾസോ. പിന്നെ ഡ്രസ്സിൽ നിങ്ങൾ എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ജീൻസ് ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. സോ ജീൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇടുന്ന ഒരു ക്ലോത്ത് ആണ്. നമുക്ക് ജീൻസിന്റെ ആവശ്യം കൂടുതലുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് സെറ്റ് ജീൻസ് എടുക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ള ജീൻസ് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് ജീൻസ് എടുത്തിട്ട് വരിക. ബിക്കോസ് ഇന്ത്യയിൽ അത് നല്ല ചീപ്പറാണ്. നിങ്ങൾ ബ്രാൻഡഡ് പോയാലും അത് ഇന്ത്യയിൽ നല്ല ചീപ്പറാണ് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലോത്ത്സും നിങ്ങൾ ക്യാരി ചെയ്യും. നിങ്ങളൊരു സ്കൂൾ ടൂറിന് പോയി നിങ്ങൾ എന്തൊക്കെ ക്യാരി ചെയ്യുമോ ബേസിക് ആയിട്ടുള്ള അതെല്ലാം ക്യാരി ചെയ്യുക. പിന്നെ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിരിക്കണം, അത്രേ ഉള്ളൂ. ഈവൻ നൈറ്റ് വെയർസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ക്യാരി ചെയ്യുക, ഇച്ചിരി കൂടുതൽ ക്യാരി ചെയ്യുക. ഇവിടെ വന്നിട്ട് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് വേണ്ട, കാരണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. വിന്റർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഓക്കെ കംഫി ആയിട്ടുള്ള ഒരു വൂലൻ ഒരു മെറ്റീരിയൽ നൈറ്റ് വെയർസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പം പക്ഷെ ബെറ്റർ നിങ്ങളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉള്ളത് ഒത്തിരി നല്ലതാണ്. ബിക്കോസ് നിങ്ങൾ വന്ന ഉടനെ നിങ്ങളൊരു സൂപ്പർ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇതെല്ലാം വാങ്ങിക്കില്ല. ഓക്കെ, ഇറ്റ് ടേക്സ് ടൈം. സോ ബെറ്റർ അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ് അതൊക്കെ ഒരു 2 സെറ്റെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ഒരു ഡ്രസ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ്. ഞാനത് മിസ് ചെയ്തൊരു കാര്യമാണ്. ഞാൻ കൂടുതലായിട്ടും എടുത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കുക്കിംഗ് അതിനുള്ള യൂറ്റൻസിൽസ് പിന്നെ മസാല അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ഓവർ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സെറ്റ് സാരി എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചാണ്. ഐ റിയലി മിസ് ദാറ്റ്. അപ്പം ഇവിടെ ട്രഡീഷണൽ ക്ലോത്ത്സ് കിട്ടത്തില്ല എന്നല്ല, കിട്ടും, ബട്ട് നിങ്ങൾ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഇറ്റ്സ് ലോട്ട് എക്സ്പെൻസീവ്. ഇവിടെയാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും, ക്രിസ്മസ് ആഘോഷിക്കും, ദീപാവലി ആഘോഷിക്കും, അങ്ങനെ എല്ലാവിധ സെലിബ്രേഷൻസ് ഇവിടെയുണ്ട്. സോ നിങ്ങൾക്കിപ്പം ചുരിദാർ കൊണ്ടുവരണം, മുണ്ട് കൊണ്ടുവരണം, സാരി കൊണ്ടുവരണം, എല്ലാം നിങ്ങൾ കൊണ്ടുവരിക. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കിച്ചൺ യൂറ്റൻസിൽസ്. ഇപ്പം നമ്മൾ എന്താണെങ്കിലും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇവിടെ വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മൾ കുക്കിംഗ് ഒക്കെ പഠിക്കും, നല്ല കുക്കാവും നമ്മൾ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ കുക്കിംഗ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് കുക്കിംഗ് ആയിരിക്കും. സോ നിങ്ങളുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും വേണം. ഒരു പ്ലേറ്റ്, ഒരു കപ്പ്, ഒരു ഗ്ലാസ്, സ്പൂണ്, തവികള്, പിന്നെ ബേസിക് ആയിട്ടുള്ള പാത്രങ്ങള്, പാനുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ബാഗേജിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്യാരി ചെയ്തിട്ട് വരിക. ബേസിക്കലി ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഞാൻ പ്ലേറ്റ്, സ്പൂണ്, കപ്പ്, പിന്നെ ഒരു ചെറിയ മുന്ത, ഞാനൊരു കുക്കർ കൊണ്ടുവന്നു, ഒരു 3 ലിറ്ററിന്റെ ഒരു കുക്കർ കൊണ്ടുവന്നു, പിന്നെ ഒരു ഫ്രൈങ് പാൻ കൊണ്ടുവന്നു. ഫ്രൈങ് പാൻ തന്നെ 2 കൊണ്ടുവന്നു. ഫ്രൈങ് പാൻ 2 കൊണ്ടുവന്നു, ഒരു ചെരുവം കൊണ്ടുവന്നു, തവികൾ കൊണ്ടുവന്നു, വുഡൻ സ്റ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ അതൊക്കെ കൊണ്ടുവന്നു. ഒരു പെട്ടി നിറച്ച് എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ മസാലാസ് കൊണ്ടുവന്നു. മസാലയുടെ കാര്യം പറയുവാണെങ്കിൽ എല്ലാ മസാലകളും ഇവിടെ കിട്ടും. നിങ്ങൾക്ക് സാമ്പാർ പൊടി വേണോ, ഫിഷ് മസാല വേണോ, ചിക്കൻ മസാല വേണോ, എല്ലാ മസാലകളും ഇവിടെ കിട്ടും. ഒരു കുഴപ്പമില്ല. ഈസ്റ്റേണും ബ്രാഹ്മിൺസും പുട്ടുപൊടി, നിങ്ങൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കിട്ടും അതെല്ലാം ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. നിങ്ങൾക്ക് ഇപ്പം സ്നാക്സ് ആണെങ്കിലും ഇപ്പം മിഷഡ്, പക്കാവട, ചിപ്സ്
എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ പിക്കിൾസ് ആണെങ്കിലും നാരങ്ങ അച്ചാർ, കടുമാങ്ങ, ജിഞ്ചർ പിക്കിള്, അതെല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കുറെ ഫുഡുകളൊക്കെ കിട്ടും. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇപ്പം കുക്ക് ചെയ്യാവുന്ന സമയം നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ഉണ്ട്, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകണം, അങ്ങനെയൊക്കെയുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന ഫുഡുകളുണ്ട്. മസാല ദോശ, ഇഡ്ഡലി, അങ്ങനെ വിത്ത് കറി, എല്ലാ ഐറ്റംസ് ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ബാഗേജിൽ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എടുത്തോണ്ട് വരണം എന്നില്ല. പക്ഷെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ഒരു 10 days നിങ്ങൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് ആരുമില്ല. അപ്പൊ ആ ഒരു ടൈമില് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 100 ഗ്രാമിന്റെ പാക്ക് ഉണ്ടെങ്കിൽ അത് ഒത്തിരി നല്ലതല്ലേ. നിങ്ങൾക്കിപ്പോ ആ സമയത്ത് കുക്ക് ചെയ്യാനാണെങ്കിലും ഇതെല്ലാം ഇട്ടൊന്ന് കുക്ക് ചെയ്യാം. പിന്നെ പിക്കിൾസ്, അത് എല്ലാവരുടെ ഒരു ഇതാണ്. ഞാൻ ബേസിക്കലി പിക്കിൾസ് കൊണ്ടുവന്നില്ല, എല്ലായിടത്തും ലീക്ക് ആവുന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. പിക്കിൾസ് കൊണ്ടുവരുന്നവരുണ്ട്, അത് നന്നായിട്ട് പാക്ക് ചെയ്യുക. എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെടുത്ത് കളയും, എന്തെങ്കിലും ലീക്കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് പുറത്ത് കളയും. സോ ബെറ്റർ നന്നായിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ട് നിങ്ങൾ പിക്കിൾസ് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ മസാലയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ എനിക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മസാല അതൊക്കെ പൗഡറി ഐറ്റംസ് അല്ലേ. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, ഇത് എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ആൻഡ് ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഫോർ ദി സേഫർ സൈഡ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു ലേബിൾ ചെയ്യും, ഇത് എന്ത് കറി പൗഡർ ആണ്, ഇത് എത്ര ഗ്രാം ഉണ്ട്. സോ അങ്ങനെ ഒരു ലേബിൾ ചെയ്യുന്നത് അവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. എന്തെങ്കിലും ഇൻ കേസ് നമ്മുടെ ബാഗേജ് ഒക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഫോർ ദ സേഫർ സൈഡ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തത് കൊണ്ട് നിങ്ങളെ ഞാനൊന്ന് അറിയിക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് ലേബിൾ ദാറ്റ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഞാനിപ്പോ കാനഡയിലൊക്കെ പോകുന്നത് അപ്പൊ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തുകൊണ്ട് പോയേക്കാം. കാരണം ഞാൻ അങ്ങനെയായിരുന്നേ, ഞാന് മസാല എല്ലാം എടുത്തിട്ട് പോയി. ഐ തിങ്ക് ഫസ്റ്റ് ഒരു 4 months ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ആയിരുന്നു അത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പതിയെ പുറത്ത് പോയിട്ട് മസാല എല്ലാം വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ഇനിഷ്യൽ ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താ പറയാ കുരുമുളകുണ്ട്, കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുരുമുളക് പൊടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിൽ കൊണ്ടുവന്നു. ബിക്കോസ് അത് നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലേ. അപ്പൊ അതിന് നിങ്ങൾ പുറത്തു പോയി ഇനിയിപ്പം കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെയുള്ളത് ബാക്ക് പാക്സ്, അങ്ങനത്തെ ബാഗുകളൊക്കെ അപ്പൊ മാക്സിമം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. ബാക്ക് പാക്സ് ഒക്കെ ഉണ്ട്, നിങ്ങളിപ്പോ ഇവിടെ സ്റ്റഡീസിനായിരിക്കുമല്ലോ വരുന്നത്, അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഗേൾസ് നമ്മുടെ ഈ ക്ലച്ചേഴ്സ്, ചെറിയ ബാൻഡുകൾ, അങ്ങനത്തെ നമ്മുടെ എക്സസറീസ് ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. അത് നല്ല ചീപ്പറാണ് നമ്മുടെ നാട്ടിൽ. അതെല്ലാം സ്കാറ്റർ ചെയ്തിടാതെ നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റോറേജ് ബോക്സിലാക്കി കീപ് ഇറ്റ് സേഫ്. ദാറ്റ് വുഡ് ബി ലൈക്ക് മോർ കൺവീനിയൻറ്റ് ഫോർ യു. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾ ബാഗേജിൽ നിന്ന് അയ്യോ എവിടെയാ എന്താ അറിയില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങളെല്ലാം കൂടെ ഒരു സേഫർ സൈഡിൽ നിങ്ങൾ ഒരു സ്റ്റോറേജ് ബോക്സിലാക്കി നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മെഡിസിൻസ്. ഞാൻ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. ഒരു സേഫർ സൈഡിന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കീപ്പ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹാൻഡ് ബാഗേജിൽ, ആ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ ഹാൻഡ് ബാഗേജിൽ വെക്കുക. എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാം കൊണ്ടുവരിക, പാരസെറ്റമോള്, പിന്നെ അലർജിക് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അലർജിക്കുള്ള സിട്രിസിൻ, അങ്ങനത്തെ പോലത്തെ മെഡിസിൻസ്, പിന്നെ വയറുവേദനയ്ക്ക്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ഡോക്ടർ തന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക വിത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ലിക്വിഡ് ഐറ്റംസ് 100 ml മേളിലാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങളുടെ ഹാൻഡ് ബാഗേജിലോ ക്യാബിൻ ബാഗേജിലോ നിങ്ങൾ വെക്കരുത്. അത് നിങ്ങൾ നമ്മുടെ ലഗേജിൽ വിടുക. ബിക്കോസ് അത് 100 ml മേളിലാണെങ്കിൽ അവർ എടുത്ത് പുറത്ത് കളയും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കാതിരിക്കുക. അവർക്കൊരു പ്രൊവക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് അത് ത്രോ ഔട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. സോ നമ്മൾ കയ്യിൽ വെക്കുന്ന നമ്മുടെ ഹാൻഡ് ബാഗേജും നമ്മുടെ ക്യാബിൻ ബാഗേജും സേഫർ സൈഡിലായിട്ട് വെക്കുക. എല്ലാം ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ തന്നെ നിർത്തുക. ആൻഡ് ഈവൻ വെയിറ്റ് ആണെങ്കിലും നമ്മൾ ഒത്തിരി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ
പിന്നെ നമ്മൾ ബാഗ് തുറക്കേണ്ടി വരും, സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയേണ്ടി വരും. അതൊക്കെ ഒരു തലവേദനയാണ്. സോ എപ്പോഴും നിങ്ങൾ വെയിറ്റ് ലിമിറ്റിൽ നിങ്ങൾ ബാഗേജ് വെയിറ്റ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും പൊട്ടുന്ന സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു റാപ്പ്. കാരണം എൻ്റെ കയ്യിൽ ഈവൻ പ്ലേറ്റ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഗ്ലാസ് പ്ലേറ്റുകളൊക്കെ ആയിരുന്നപ്പോഴേക്കും ബാഗേജ് എടുത്ത് എറിയുമ്പോഴേക്കും പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റാപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ എയർപോർട്ടുകളിലെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ റാപ്പ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ ആൻഡ് ഐ വിൽ റിപ്ലൈ ടു ദാറ്റ്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ ടു ദാറ്റ്. എന്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് ടെക്സ്റ്റ് മീ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ വരാനിരിക്കുന്ന ആരാണെങ്കിലും ഒത്തിരി റിസർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അയ്യോ എന്തൊക്കെ കൊണ്ടുവരണം, അയ്യോ ഈ സാധനം അവിടെ കിട്ടുമോ, ഈ മസാല അവിടെ കിട്ടുമോ, ഈ സ്നാക്സ് ഒക്കെ അവിടെ കിട്ടുമോ, അയ്യോ ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഈവൻ ഇവിടെ ഒന്നും കിട്ടില്ല, ഇന്ത്യൻ പ്രൊഡക്ട്സ് ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ, അതൊക്കെ വെറുതെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ, എന്നാൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക, അങ്ങനെ ചെയ്യാം. സോ ഇവിടെ വരാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സോ ഇതെല്ലാം മനസ്സിൽ വെച്ച് നിങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കാനഡയിലേക്ക് വരിക. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സ്റ്റേ സേഫ്, ടേക്ക് കെയർ. ആൻഡ് ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഗൈസ്.